2001 ഹൈറേഞ്ച് ലോ റേഞ്ച് പ്രദേശങ്ങളിലുള്ള ക്ഷീരകർഷകരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് കോതമംഗലം രൂപത സ്റ്റാർട്ട് ചെയ്ത പ്രസ്ഥാനമാണ് ജീവ മിൽക്ക്. 6000 ലിറ്റർ പ്രോസസ്സിംഗ് തുടങ്ങിയ ഈ പ്രസ്ഥാനം 2016 32,200 ലിറ്റർ പ്രോസസ്സ് നടത്താൻ സാധിക്കുകയും 2024 71,000 ലിറ്ററോളം പ്രോസസ്സ് നടത്തി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവ മിൽക്കിൻ്റെ ഉൽപ്പന്നങ്ങളായ പാല്, തൈര്, നെയ്യ്, സംഭാരം എന്നിവ ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് ഗുണമേന്മയോടുകൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. 3 പ്ലാന്റുകളാണ് ഞങ്ങൾക്കുള്ളത്. 2 ഡിപ്പോകളുണ്ട്. 42ഓളം സൊസൈറ്റികളും ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം എന്നുള്ളത് ഫാർമേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. ഫാർമേഴ്സിന് അവരുൽപ്പാദിപ്പിക്കുന്ന പാലിന് നല്ല വില കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിൽ ഉയർത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. കൃഷിയും ക്ഷീരമേഖലയും അതിനെ ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ജൈവ സമ്പത്തും അതുപോലെ തന്നെ യുവ തലമുറയ്ക്ക് നല്ലൊരു തൊഴിലവസരം സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ക്ഷീരമേഖല എന്ന തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം ഞങ്ങൾ പ്രധാനമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തന മേഖല പ്രധാനമായും പാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തി ഉപഭോക്താക്കളിൽ എത്തിക്കുക, ക്ഷീരകർഷകർക്ക് കൃത്യമായി പാൽ വില അത് കൃത്യസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യവും ഞങ്ങൾക്ക് കിട്ടുന്ന വ്യാപാര ലാഭത്തിൻ്റെ വിഹിതം വിവിധ രീതിയിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. ക്ഷീരസംഘങ്ങളിൽ ഗുണമേന്മ ഉറപ്പാക്കി ഡയറിയിലെത്തുന്ന പാൽ നമ്മൾ 3 തരം ടെസ്റ്റുകൾക്കാണ് വിധേയമാക്കുന്നത്. മൈക്രോബയോളജിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, കെമിക്കൽ ടെസ്റ്റ്. അത്യാധുനികമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ലാബുകളിൽ ടെസ്റ്റുകൾ പൂർത്തിയാക്കിയതിനു ശേഷം പാൽ പാസ്ചറൈസേഷന് വിധേയമാക്കുന്നു. നമ്മൾ പാലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ പാലിന് കൂടാതെ അത് വരുന്ന വാഹനങ്ങൾ, അതിനുപയോഗിക്കുന്ന ലൈനുകൾ, പ്ലേറ്റുകൾ, പാത്രങ്ങൾ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. പാലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വസ്തുക്കളും സ്റ്റെയിൻലെസ് സ്റ്റീലിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ 316 എന്നിവയാണ് അതിലുപയോഗിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ജീവ മിൽക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരിക്കലും തയ്യാറല്ല. പ്ലാന്റിൽ ടെട്രാപാക്ക് എന്ന ലോകോത്തര നിലവാരമുള്ള കമ്പനിയുടെ മെഷീനറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാർ ക്വാളിറ്റിയും സേഫ്റ്റി പോളിസിയും ഉറപ്പുവരുത്തി പ്ലാന്റിൽ പാലിനെ പ്രോസസ്സ് ചെയ്യുന്നു. പാലിനെ 72.5 ഡിഗ്രി ടെമ്പറേച്ചർ ചൂടാക്കി 15 സെക്കൻഡ് നിലനിർത്തി 4 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുന്നു. അങ്ങനെ തണുത്ത പാല് ടാങ്കുകളിൽ സ്റ്റോർ ചെയ്യുന്നു. പ്ലാന്റിലേക്ക് വരുന്ന റോ മിൽക്ക് പാസ്ചറൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ എന്നിവ നടത്തി സ്റ്റോറേജ് ടാങ്കുകളിൽ കീപ്പ് ചെയ്തിരിക്കുന്നു. ഇത് 3 സ്റ്റാൻഡേർഡുകളിലാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. 1 സ്റ്റാൻഡേർഡ് മിൽക്ക്, 2 ഹോമോജനൈസ്ഡ് ടോണ്ട് മിൽക്ക്, 3 ടോണ്ട് മിൽക്ക്. ഇവ ആധുനികമായ ഹൈസ്പീഡ് പൗച്ച് പാക്കിംഗ് മെഷീൻ വഴി പാക്ക് ചെയ്ത് ഇൻസുലേറ്റഡ് വാഹനങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻപതോളം വരുന്ന ടെമ്പറേച്ചർ കൺട്രോൾഡ് വാഹനങ്ങൾ ഉപയോഗിച്ച് ജീവയുടെ പാലുൽപ്പന്നങ്ങളും 6 ജില്ലകളിലായി പരന്നു കിടക്കുന്ന 5,40,000 വരുന്ന ജീവയുടെ ഉപഭോക്താക്കൾക്ക് നിത്യേന മുടങ്ങാതെ എത്തിച്ചു നൽകുന്ന ഒരു മികച്ച വിതരണ സമ്പ്രദായമാണ് ജീവ മിൽക്കിനുള്ളത്. ജീവ മിൽക്ക് ഇപ്പോൾ 6 ജില്ലകളിൽ സപ്ലൈ നടത്തി വരുന്നു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് വിതരണം നടത്തുന്നത്. 2400ഓളം ഏജൻസികൾ വഴിയും 52ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയും ദിനം പ്രതി നമ്മൾ ഏകദേശം 5,40,000 ഉപഭോക്താക്കളിലേക്ക് ജീവ മിൽക്കിന്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു. എക്സ്പാൻഷന്റെ ഭാഗമായി നമ്മൾ അടുത്ത ജില്ലകളിലേക്ക് വിതരണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ജീവ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ 150ഓളം സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നു. 3 ഷിഫ്റ്റായിട്ടാണ് ഇവരുടെ ഡ്യൂട്ടി ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവർക്ക് ആവശ്യമായ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് നല്ലൊരു ക്യാൻറ്റീൻ സംവിധാനം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ
ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള സംവിധാനം കമ്പനി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ വീട്ടിലേക്ക് ആവശ്യമായ അരിയും മറ്റ് ഉൽപ്പന്നങ്ങളും സൗജന്യമായിട്ട് കൊടുക്കുവാനുള്ള സംവിധാനം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഭവന നിർമ്മാണം. ഈ 150 സ്റ്റാഫുകളിൽ ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും അതുപോലെ തന്നെ ഭവനമില്ലാത്തവരുമായ ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ഓരോ വർഷവും ഒരു വീട് എന്നൊരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഞങ്ങളുടെ 7ാമത് ഭവനം നിർമ്മിച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ തൊഴിലാളികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി എല്ലാ വർഷവും ടൂർ പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ മാസവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലുള്ള കലാസന്ധികൾ ഒരുക്കിക്കൊണ്ട് മാനസിക ഉല്ലാസത്തിന് പറ്റിയ ഒത്തിരി അവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഇതിൻ്റെ ഉപഭോക്താക്കളെയും ഇതിൻ്റെ സ്റ്റാഫിനെയൊക്കെ ആശ്രയിച്ചാണ്. ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ എല്ലാ കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദിയും അറിയിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു.